നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ശൂലിനി ദുർഗയുടെ ഒരു ദ്രാവിഡ യന്ത്രത്തിനെക്കുറിച്ചാണ്. സർവ്വ ആഭിചാരനാശത്തിനു വേണ്ടി നമുക്ക് നമ്മുടെ വീടിന് 4 ചുറ്റും സ്ഥാപിക്കാവുന്ന ഒരു യന്ത്രമാണ്. നമുക്ക് സ്വയമേ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതും വളരെ ഫലവത്തുമായ ഒരു യന്ത്രം ആണെന്ന് പരിചയപ്പെടുത്തുന്നത്. കമന്റിൽ എല്ലാവരും ചോദിച്ചു, ഈ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ കൂടോത്രം മാറ്റുവാൻ എന്താണ് നമുക്ക് സ്വയം ചെയ്യാനുള്ള ഒരു വഴിയെന്ന്. ഈ ശൂലിനി യന്ത്രം നമുക്ക് തന്നെ വീട്ടിൽ ചെയ്ത് നമ്മുടെ മനസ്സിന്റെ ശുദ്ധി കൊണ്ട് നമ്മൾ ജപിച്ച് സ്ഥാപിക്കുന്നതിൻ്റെ അത്രയും ബലം വേറെ ഒരു മാന്ത്രികൻ ചെയ്യുന്നതിന് തുല്യമായി തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ പലർക്കും ഇത് ചെയ്തു കൊടുക്കുമ്പോഴോ ചെയ്തിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള അനുഭവങ്ങൾ വളരെ വളരെ ഫലവത്തുമാണ്. ശൂലിനിയുടെ ദ്രാവിഡ യന്ത്രം 2 രീതിയിൽ വരയ്ക്കാം. ഒന്ന്, ഓലയിൽ അല്ലെങ്കിൽ ഒരു ചെമ്പ് തകിടില് ഈ താഴെ കാണിച്ചിരിക്കുന്ന പോലെ വരയ്ക്കുക. ഓലയിൽ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് വീടിൽ തൂക്കിയിടുകയാണ് 4 സൈഡിലും, അല്ലെങ്കിൽ 4 ദിക്കിലും നമ്മൾ 4 മൂലയ്ക്കും നമ്മൾ കുഴിച്ചിടുകയാണ് ചെമ്പ് തകിടിന്റെ യന്ത്രം ചെയ്യേണ്ടത്. അത് ഒരു നമ്മുടെ ഈ ചുമക്കുള്ള മരുന്ന് കിട്ടുന്ന കുപ്പി ഉണ്ടെങ്കിൽ അത് ശുദ്ധമാക്കി അതിൽ ഈ യന്ത്രം തകിട് സ്ഥാപിച്ച് വേണം കുഴിച്ചിടുവാൻ. അത് ഇത് കാണുന്ന പോലെ വലിയ യന്ത്രമൊന്നുമല്ല. കളത്തിൽ ഇതുപോലെ ഈ അക്ഷരവും ഈ മന്ത്രം അതുപോലെ എഴുതി ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ യന്ത്രമായി. ഇനി ഇതെങ്ങനെ ചെയ്യാമെന്നും ഇതിന്റെ മന്ത്രവിധിയും പറയുന്നു. ആദ്യം തന്നെ ഒരു കറുത്തവാവിൻ്റെ അന്നോ അല്ലെങ്കിൽ ഒരു ശനിയാഴ്ചയോ തിരഞ്ഞെടുത്ത് വൈകിട്ട് 5 തിരിയിട്ട് വിളക്ക് കത്തിച്ച് ഗുരുതി കലക്കുക. അത് നമുക്ക് ഗുരുതി കിറ്റെന്ന് പറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ചുണ്ണാമ്പും മഞ്ഞളും കുറച്ച് തേനോ കരിക്കും വെള്ളമോ ഇട്ട് കലക്കി ഒരു കിണ്ണം ഗുരുതി എടുത്തു വെക്കുക. അതിനുശേഷം ഈ 5 തകിടുകൾ നിങ്ങൾ ഇതുപോലെ വരച്ചു വെക്കുക. അല്ലെ 5 ഓലയിൽ ഇത് അരച്ചു വെക്കുക. ഒന്ന് നമുക്ക് ശരീരത്തെ ധരിക്കാൻ വേണ്ടിയാണ്. അത് ആവശ്യമില്ലാത്തവർ വീടിനെ സ്ഥാപിക്കാൻ ആണെങ്കിൽ 4 എണ്ണം മതിയാകും. അതിനുശേഷം നമ്മൾ ശൂലിനിയുടെ ഈ ദ്രാവിഡ മന്ത്രം ചൊല്ലി ശൂലിനിയെ വിളിക്കണം. ഇത് കുറച്ച് മനസ്സിലല്ല, ഇത് ഈ മന്ത്രം പഠിച്ച് അത് നമ്മൾ ശബ്ദമുയർത്തി തന്നെ വേണം ചൊല്ലുവാൻ. ചൊല്ലി വിളിക്കുന്ന ശൂലിനിയുടെ ദ്രാവിഡ മന്ത്രം പറയുന്നു. ഓം ഐം ഹ്രീം ശ്രീം ശ്രീ മഹാദേവൻ മുന്നിൽ ഹോമകുണ്ഡം തോന്നി, ഹോമകുണ്ഡത്തിൽ അഗ്നികുണ്ഡം തോന്നി, അഗ്നികുണ്ഡത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ശ്രീ മഹാശൂലിനിയെ നിന്നെ ഞാൻ സേവിക്കുമ്പോൾ 4448 മന്ത്രമൂർത്തികളും 10×400 കുപ്പിച്ചാത്തന്മാരും 72 ഭദ്രകാളികളും 42 വെന്തലകളും 12 ഖണ്ഡാകർണന്മാരും പുറമേ വരുന്ന ദേവതകളും അകമേ വരുന്ന ധർമ്മദേവതകളും നീണ്ടാമാട്ടിയ മാട്ടാമാട്ടും തീരാബാധയും സർവപ്രേതവും സർവശത്രുവും സർവദുഷ്ടഗ്രഹങ്ങളും ഒടിയും ദുഷ്ടരും ഈ ശരീരത്തോടും പ്രതിയോഗികളായി വരുന്നവരെ നിന്നുടെ ശംഖചക്രത്താലെ ത്രിശൂലത്താലെ പള്ളിവാളാലെ ഹനഹന എരിയേരി ഹുദഹുദ മദമദ പജപജ സംഭര സംഭര ശരീരം പാലയ പാലയ ആത്മാനാം രക്ഷ രക്ഷ ഹ്രീം ട്രീം ട്രൂം ജ്വലജ്വലശൂലിനി ദുഷ്ടഗ്രഹേ ഹും ഭൾ സ്വാഹ. ഈ മന്ത്രം 21 തവണ ജപിച്ച് ആ ശൂലിനിയെ വിളിച്ചു വരുത്തുക. അതായത് നമ്മൾ ആ ശൂലിനിയുടെ ധ്യാനിച്ച ഈ ഒരു സാന്നിധ്യം ദ്രാവിഡ മന്ത്രത്തിലോ ഉണ്ടാക്കുകയാണ്. ഇനിയും ഈ 5 നമ്മുടെ തകിടുകളും എടുത്ത ഗുരുതിയുടെ മുകളിൽ വെച്ചിട്ട് നമ്മൾ അതിൽ തൊട്ടുകൊണ്ട് നമ്മൾ ഇനിയും ഈ പറയുന്ന മന്ത്രം കടുത്ത നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ആഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ തോന്നലുണ്ടെങ്കിൽ 1008 ജപിക്കുക, അല്ലെങ്കിൽ 108 ജപിക്കുക. മന്ത്രം ഓം ഹ്രീം ജ്വലജ്വലശൂലിനി ദുഷ്ടനിഗ്രഹ ഹുംഭൾ സ്വാഹ. ഈ മന്ത്രം ജപിച്ച് ആ തകിടിൽ കൈവച്ച് ആ ഗുരുതി ആ തകിടിലും കുറച്ച് തളിച്ചതിന് ശേഷം ഇതുപോലെ കുപ്പിയിലാക്കി 4 മൂലയ്ക്ക് സ്ഥാപിക്കുക. ഓലയിലാണ് 4 അവിടെ തൂക്കിയിടുക. ശേഷം ആ ബാക്കി വരുന്ന ഗുരുതി വീട്ടിലെ തളിക്കാവുന്ന ഭാഗങ്ങളിലൊക്കെ തളിക്കുക. അവിടെ ഇരുന്ന ആഭിചാരമോ അഥവാ ആരെങ്കിലും ക്ഷുദ്രം ചെയ്തിട്ട് ആ മണ്ണിലുണ്ടെങ്കിൽ അത് ശമിക്കുകയും ചെയ്യും. പുറത്തുനിന്ന് വരുന്ന ആഭിചാരങ്ങൾക്ക് ഒരു പരിധിവരെ സംരക്ഷണം ചെയ്യും. വളരെ ശക്തിയായൊരു പ്രയോഗമാണ്. സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ശൂലിനിയെ മന്ത്രബലത്തിലൂടെ വരുത്തി ഈ ചൊല്ലുമന്ത്രത്തിൽ വിളിച്ച് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു സംരക്ഷണം കിട്ടും. മന്ത്രം നിങ്ങൾ അത് പഠിച്ചതിന് ശേഷം ജപിക്കുക. നമസ്കാരം.